ഇതെന്താണ് സംഭവം അറിയോ? എന്താണ് ഇത് ആട്ടിൻതല. ആട്ടിൻതലയാ? ഇത് ആട്ടിൻതല നമുക്ക് സൂപ്പ് വെച്ച് അടിക്കാം. കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കമോൺ. എവിടെ പോണ്? അയ്യോ, എന്തിന് സാധനങ്ങളൊക്കെ? ഇതെന്തിനാണ്? ഞാട്ട് ഹലോ. അയ്യോ, അപ്പോഴും 3-4 വെള്ളത്തിൽ കഴുകി എടുക്കുകയാണ് നമ്മളെ ആട്ടിൻ്റെ തല. അതിൽ മുടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകി, സമയമെടുത്ത് നന്നായിട്ട് കഴുകി, അതിൻ്റെ രോമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ ഇതിൻ്റെ തലച്ചോറ് നമ്മൾ എടുത്തിട്ടില്ല, സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കും നല്ലത്. സൂപ്പിൽ നമ്മൾ അതിൻ്റെ ആട്ടിൻ്റെ തലച്ചോറ് ഉപയോഗിക്കുന്നില്ല. ബാക്കി ആട്ടിൻ്റെ തല നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബൾബ് വെളുത്തുള്ളി നമ്മൾ ഇതാണ്ട് അരിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് വേണം, പച്ചമുളക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് വറുത്തിട്ട് ക്രഷ് ചെയ്യണം. പിന്നെ പെരിഞ്ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ, പിന്നെ വറ്റൽ മുളക്, പിന്നെ ക്രഷ് ചെയ്ത കുരുമുളക്. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മല്ലിയില എടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം മതിയാവും, കൂടുതൽ എടുക്കരുത്, എരി കൂടിപ്പോവും. കാരണം നമ്മൾ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ചതയ്ക്കുന്നത് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത് നമ്മളെ ടൂൾസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഇതെല്ലാം ഇതാക്കി എടുക്കണം. മല്ലി വറുത്തിട്ടേ നമ്മൾ ക്രഷ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കുരുമുളകും വറുത്തിട്ടേ ക്രഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ട് അതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഐറ്റം എന്തായിരിക്കുന്നു, മെയിൻ ഐറ്റം ആട്ടിൻ തല റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കും. ആട്ടിന്റെ തല നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. ഒരു സവാള ഇടാം. ആദ്യം ഒരു സവാള, പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 3 പച്ചമുളക് ഇടാം. പിന്നെ ഈ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിന്റെ നമുക്ക് പകുതി ഇടാം. കുറച്ച് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മളൊരു വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയൊരു എന്തെങ്കിലും ബൾബല്ലേ. പിന്നെ ഇഞ്ചി, ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഇതെല്ലാം ഏലക്ക എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളക്, ക്രഷാക്കിയ കുരുമുളക്, ബേ ലീഫ്, നല്ല മണത്തിന് നല്ല ബേ ലീഫ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില മാറ്റി വെച്ചേക്കാം. പകുതി കുറച്ച് മല്ലിയില ഇടാം. ഒരു 3 എണ്ണം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഈ പാകത്തിന് വെള്ളം ഒഴിക്കാം. നല്ല വേവ് കൂടിയ സാധനവും അറിയാല്ല, മട്ടനാ, ആടാണ്. അതുകൊണ്ടൊരു 10 വിസിൽ വേണമെന്നോ. ആവശ്യത്തിന് വെള്ളം ഇരിക്കട്ടെ.
അപ്പൊ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയുണ്ട്, 1 സ്പൂണാണ്. അപ്പം നമ്മള് സാധനം കയറ്റിട്ടുണ്ട്. മീഡിയം ലെവലില് തീ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ലെവലില് തീ 10 വിസില്. നമുക്ക് നോക്കാം. പത്ത് വിസിലടിച്ച് നമ്മുടെ ആട്ടിൻതല നല്ലതുപോലെ വെന്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട അടിപൊളിയായിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. 10 വിസിൽ അടുപ്പിക്കണം. 14 കുഴപ്പമില്ല. ദാണ്ട നല്ലതുപോലെ വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ ചേർക്കാനുള്ളൊരു കൂട്ടുണ്ട്. ആ കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. ഇപ്പോൾ സൂപ്പ് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മൾ ആ കൂട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കൂട്ട് ചേർക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് താളിപ്പ് പരിപാടിയുണ്ട്. സൂപ്പിന്റെ മെയിൻ ഘടകം അതാണ്. നമ്മൾ സൂപ്പ് റെഡിയായിട്ടിരിപ്പുണ്ട്. ഇപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് കുറച്ച് ജീരകം ഇടും. കുറച്ചൊരു നുള്ള ജീരകം, കുറച്ച് പെരുംജീരകം. ഇനി നമുക്ക് പച്ചമുളക്, ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഇത് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചെയ്യുന്ന ചെറിയുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയില, ക്രഷ് ചെയ്ത പെപ്പർ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ സൂപ്പ് തയ്യാർ. കടുവറുത്ത് താളിച്ചിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് എല്ലാത്തിലും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എല്ലാം എടുത്ത് കട്ട് നമ്മുടെ സൂപ്പ് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം. സൂപ്പർ നിറാക്കള് കുടിച്ചു നോക്ക്. കുടിച്ചിട്ട് സൂപ്പർ. എന്റെ മീനല്ല ഇറച്ചി. സൂപ്പുടി അത് കോഴിക്കുടി മോള്. എന്താണ് സൂപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? ഞങ്ങളുടെ പൊന്നാണെ സൂപ്പറും ഉള്ളതേ പറയാം. ഉള്ളതാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ആലങ്കോട് സെൻട്രൽ പോയി കഴിച്ചിട്ടുണ്ട്. ആലങ്കോട്. പക്ഷെ ഇത് ഇതാണോ? കറുത്ത മുട്ടനാണോ? രക്ഷയുണ്ട്. ഞാൻ കണ്ടതാണ്. ഞാൻ ഇതാവുന്ന കാര്യം അറിയാലോ. പക്ഷെ ആ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടായിരുന്നു നമ്മുടെ ആട്ടിൻ സൂപ്പ്. ആട്ടിൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കടകളിൽ നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ രുചി വേറെ തന്നെയാണ്. അപ്പം നമുക്കൊരു ആട്ടിൻ തല കിട്ടി. അപ്പം അതിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്.
അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം വർഷത്തിൽ ഒരിക്കലും ആട്ടി സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ്. ആട്ടി സൂപ്പ് കുടിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഹെൽത്ത് നല്ല ഇതിന് എന്താണ് കൈകാല് വേദന അങ്ങനെ കഴപ്പ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഔഷധം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ആട്ടി സൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അടിപൊളി സാധനം വരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു വെച്ചാൽ ഇത്തിരി പെപ്പർ കൂടിപ്പോയി. കുരുമുളക് ക്രഷ് ചെയ്തിട്ട് അത് കുറച്ച് കൂടിയെന്നല്ലാതെ ബാക്കിയൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. യൂട്യൂബിൻ്റെ സഹായത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്ന രീതികളൊക്കെ നോക്കിയത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ തള്ളി മറിക്കുന്നുണ്ട് അടിപൊളി എന്നൊക്കെ. പക്ഷേ വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പിന്നെ വൈഫിൻ്റെ സഹായം ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ തട്ടിക്കൂട്ടി സംഭവം സെറ്റ് ചെയ്ത് അടിപൊളി സംഭവം നല്ല കൊള്ളായിരുന്നു. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കൊള്ളാമെന്ന് പറയുന്നതല്ല, തെറ്റില്ലെന്ന് പറയാം. അങ്ങനെ കൃഷി ചെയ്ത കുരുമുളക് കുറച്ച് കൂടിയുണ്ട് ഇത്തിരി എരി കൂടുതലായിട്ട് ഫീൽ ചെയ്ത്. കുട്ടികൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരുന്നു. നമുക്കത് വിഷയമുള്ള കേസല്ല. എരിയൊക്കെ നമ്മൾ കഴിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ലതാണ്. ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ സൂപ്പ് വെച്ച് കുടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ എല്ലാവരെ കൊണ്ടും സാധിക്കുമെന്നല്ല, ഇതൊക്കെ പിന്നെ സാധിക്കണ്ടേ. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഇത്. അങ്ങനെ ദോഷമൊന്നും വരില്ലല്ലോ. ഒരു താട്ടൻ തല മേടിക്കുക, നമ്മൾ സെറ്റ് ചെയ്യുക. എല്ലാവരെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ നമ്മൾ സാധിക്കണം. ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഇവിടെ എല്ലാം വേണമല്ലോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.